നമ്മൾ കാനഡയിൽ വീടിൻ്റെ കാര്യങ്ങളുമായിട്ട് പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പം എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് സാധാരണ ആളുകൾക്ക്, ഒരു മിഡിൽ ക്ലാസ് ആളുകൾക്ക് കാനഡയിൽ വീടെന്നൊരു സ്വപ്നം ഒത്തിരി വിദൂരത്താണോ എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഒരു സാധാരണ ഇൻകം ഉള്ള ഒരു ഫാമിലിക്ക് വീടെന്ന് പറയുന്ന സ്വപ്നം ഇവിടെ ഇപ്പോഴും സാധ്യമാണ്. നമ്മൾ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻകം, അതുപോലെ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു ബാങ്കുമായിട്ടോ ഒരു മോർഗേജ് ബ്രോക്കറുമായിട്ടോ നമ്മൾ സംസാരിച്ച് ഒരു പ്രീ അപ്രൂവൽ എത്തുകയും നമുക്ക് നമ്മളെ എത്ര വരെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എമൗണ്ട് കാൽക്കുലേറ്റിന് ശേഷം അത്തരത്തിലുള്ളൊരു വീട് നോക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീടെന്ന ഒരു സ്വപ്നം കാനഡയിൽ വിദൂരത്തല്ല. ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഈ ഒരു 20% മാത്രം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തേ വീട് മേടിക്കാൻ പറ്റത്തുള്ളൂ, 5% മേടിക്കാൻ പറ്റത്തില്ലേ എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ നമുക്കൊരു ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മളൊരു മിനിമം പേയ്മെൻറ്റ് കൊടുത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 5%ലും നമുക്ക് വീടിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ ഈ CMNC ഇൻഷുറൻസ് ഒക്കെ അതിനകത്ത് അപ്ലിക്കബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന നിലയിൽ എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഈ FHSA പോലുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വഴി നമുക്ക് 40,000 വരെ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ RRSPന്ന് ഒരു 35,000 വരെ നമുക്ക് ഫസ്റ്റ് ഹോം ബയർ പ്ലാനിൽ നമുക്ക് വിഡ്രോ ചെയ്ത് അത് നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഗവൺമെൻറ് ഫസ്റ്റ് ഹോം ബയേഴ്സ് റിബേറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് ഫിഗർ ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനാണ് നമ്മളൊരു ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന നിലയിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രമിക്കേണ്ടത്. അതുപോലെ ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന നിലയിൽ നമുക്ക് നല്ലൊരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഏത് ടൈപ്സ് ഓഫ് ഹോം ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ടൗൺ ഹൗസിലേക്കോ കോണ്ടോയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സെമി ഡിറ്റാച്ച്ഡ് ഹോംസിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന നിലയിൽ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാക്കി അഫോർഡ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന നിലയിൽ നമ്മൾ ഈ ഒരു ജേർണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മെച്ചപ്പെടുത്തുന്നത് നന്നായിരിക്കും. നമ്മുടെ ബില്ലുകളൊക്കെ ഒന്ന് ഓൺ ടൈമിൽ പേ ചെയ്യുന്നതിനും അതുപോലെ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ഒക്കെ ഒന്ന് കുറച്ച് നമ്മൾ പുതിയ ലോണുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒന്ന് പോകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മോർഗേജ് അപ്രൂവലിൻ്റെ കാര്യങ്ങളിലൊക്കെ അതൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന നിലയിൽ നിങ്ങളുടെ ഹോം ബൈയിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കിച്ചണർ, വാട്ടർലൂ, കേംബ്രിഡ്ജ്, അതുപോലെ ഗോൾഫ്, ബ്രാൻഡ്ഫോർഡ് ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ പേര് റിയാൽറ്റർ ജോവിൻ ജോസഫ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.